ആകെ സീറ്റുകൾ 81. ആകെ സീറ്റുകൾ 81. അവിടെ വേണ്ടത് 41 സീറ്റുകളാണ് ജയിക്കാൻ വേണ്ടത്. ഇന്ത്യ സഖ്യമായി നിന്ന് ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന JMM ആയിരുന്നു. 34 സീറ്റുകൾ JMMന് ലഭിക്കുന്നു. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 16 സീറ്റുകൾ ലഭിക്കുന്നു. RJDക്ക് 4 സീറ്റുകൾ ലഭിക്കുന്നു. CPI-MLന് 2 സീറ്റുകൾ ലഭിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ 56 എന്ന് വെച്ചാൽ 41 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ഇവിടെ മാജിക് നമ്പർ. അതൊന്നും കടന്ന് 56-ലെത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. NDA പല വഴികളും അവിടെ പയറ്റി നോക്കിയതാണ്. പക്ഷേ അമ്പെ പരാജയപ്പെട്ടു പോയ NDAയുടെ അവസ്ഥ നമ്മൾ കാണുന്നു. BJP മാത്രമാണ് അവിടെ കാര്യമായി എന്തെങ്കിലും ചെയ്യാനായത്. 22 സീറ്റുകളാണ് BJPക്കുള്ളത്. മറ്റുള്ളവ 2 സീറ്റുകളും അങ്ങനെ 24 എന്നുള്ള സീറ്റിലേക്ക് താണുപോയിരിക്കുന്നു BJP എന്നുള്ള ചിത്രം കൂടി കാണണം. ഇനി എന്തൊക്കെയാണ് അവിടെ നിർണായകമായ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൽ കലാശിച്ചത്? ചരിത്രത്തിലാദ്യമായി തുടർഭരണം. നേരത്തെ കേരളത്തിൽ പിണറായി വിജയൻ ഉണ്ടായതുപോലെ ജാർഖണ്ഡിൽ ഇതാദ്യമായാണ് ഹേമന്ത് സോറനൊരു തുടർഭരണം ഉണ്ടാവുന്നുള്ള ചിത്രം നമ്മൾ ആദ്യമായി ഉൾക്കൊള്ളണം. പിന്നീടുള്ള റൈറ്റ്, ഹേമന്ത് സോറന്റെ മധുര പ്രതികാരം എന്ന് വെച്ചാൽ ഇഡിയെ ഉപയോഗിച്ച് ഹേമന്ത് സോറനെ കസ്റ്റഡി എടുത്തതും ഹേമന്ത് സോറിനെ രാജിവെക്കേണ്ടി വന്നതും ഹേമന്ത് സോറിന്റെ ജയിൽവാസവും പകരം ചമ്പൈ സോറിനെ മുഖ്യമന്ത്രിയാക്കിയതും ഹേമന്ത് സോറൻ തിരിച്ചു വന്നപ്പോഴേക്കും ചമ്പൈ സോറിനെ BJP അടർത്തി മാറ്റിക്കൊണ്ട് BJP പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നതും അതിനാടകീയതകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഹേമന്ത് സോറിനെ രാഷ്ട്രീയമായി വേട്ടയാടിയതിന്റെ മധുര പ്രതികാരം കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്ന് JMM ഇന്ത്യ മുന്നണിയും പറയുകയാണ്. ശരി, പെൻഷൻ പദ്ധതി എന്താണ് ഇവരുടെ വിജയത്തിൽ JMMന്റെ തുടർ ഭരണത്തിൽ ആധാരമായ രീതിയിലുള്ള വലിയ മുന്നേറ്റത്തിന് കാരണമായത്? ഒന്ന് പെൻഷൻ പദ്ധതിയാണ്. 40 ലക്ഷം പേർക്ക് ആനുകൂല്യം. കേന്ദ്ര സഹായത്തിനൊപ്പം അവരുടെ സംസ്ഥാന വിഹിതം കൂടി കൂട്ടിക്കൊണ്ടുള്ള പെൻഷൻ പദ്ധതി കൃത്യമായി 40 ലക്ഷം പേരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് തുടർ ഭരണത്തിൽ കലാശിച്ചത് എന്നുള്ള റീഡിംഗ് ആണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വരുന്നത്. കൽപ്പന സോറന്റെ എൻട്രി, ഹേമന്ത് സോറൻ ജയിലിൽ പോയപ്പോഴാണ് കുറെ കൂടി കരുത്താർജിച്ചുകൊണ്ട് ഭാര്യ കൽപ്പന സോറൻ രംഗത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായി നിയമസഭയിലെ കൽപ്പന സോറൻ തെരഞ്ഞെടുക്കപ്പെടുന്നു. കൽപ്പന സോറൻ അവിടെ ഒരു വലിയ വനിതാ നേതാവായി രംഗത്ത് വരുന്നു. അവർ നിരവധി വനിതാ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, നടപ്പിലാക്കുന്നു. ആ രീതിയിൽ അതും വലിയ വിജയത്തിൽ കലാശിച്ചു എന്നതുകൂടി കാണണം. അങ്ങനെ ജാർഖണ്ഡിൽ വലിയൊരു വിജയം നേടാൻ തെല്ലെങ്കിലും മഹാരാഷ്ട്ര കൈവിട്ടു പോയെങ്കിലും തെല്ലെങ്കിലും ഒരു ആശ്വാസം ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് JMMലൂടെ ജാർഖണ്ഡിൽ നേടാനായ വിജയം തന്നെയാണ്. ധനസുമോ തുടരുന്നുണ്ട്. ധനസുമോദ്, ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾക്കപ്പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഈ JMMനും ഒപ്പം ഇന്ത്യ മുന്നണിക്കും ഭരണ തുടർച്ചയ്ക്ക് അവിടെ സഹായകരമായിട്ടുണ്ട്? ധനസുമോദ്. സൈഫ്, നേരത്തെ നമ്മളൊരു 2000-ന് മുമ്പ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാനായിട്ടും ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ജാർഖണ്ഡ് അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്നത് ഈ ഗോത്ര വർഗ്ഗങ്ങൾ പരസ്പരം യോജിപ്പില്ലാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അവരുടെ ഐഡന്റിറ്റി, ഓരോ ഗോത്രത്തിന്റെയും ഐഡന്റിറ്റി അവരുടെ ഐഡന്റിറ്റി മാത്രമാണ്. അല്ലാതെ ഒരു പാൻ ആദിവാസി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കൂട്ടായ്മയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ BJP എന്താണ് ചെയ്തത്? ഈ കേന്ദ്ര പ്രതിപക്ഷം നിരന്തരം ആരോപിക്കുന്നതാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷം നേതാക്കന്മാർ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവരെ തടവിലാക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയാറില്ല, ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ അവസാനം ഈ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തരത്തിലൊരു മിന്നുന്ന വിജയം ഹേമന്ത് സോറന് ഉണ്ടാവില്ലായിരുന്നു. കാരണം ഈ അറസ്റ്റ് ചെയ്തതോടുകൂടി ഒരു ആദിവാസി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാര്യം പലപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഭൂമി കേസ് പലപ്പോഴും ഈ JMMുമായി ബന്ധപ്പെട്ട അവർക്ക് വേണ്ടിയുള്ള ഒരു ഭൂമി, അവർക്ക് വേണ്ടി ഭൂമി പിടിച്ചെടുത്തത് ആ തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഹേമന്ത് സോറന് ഈ തരത്തിലുള്ളൊരു കേസ് പലപ്പോഴും വന്നിരുന്നത്. അതുകൊണ്ട് ഒരു രക്തസാക്ഷി പരിവേഷമാണ് ഹേമന്ത് സോറന് അവിടെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ളൊരു വലിയ വിജയം ഹേമന്ത് സോറനെ കാത്തിരുന്നത്. നേരത്തെ സൈഫ് പറഞ്ഞതുപോലെ തന്നെ പിന്നീട് ഈ കൽപ്പനയുടെ ഒരു എൻട്രി വരുന്നത് തന്നെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഇവിടെ രാംലീല മൈതാനത്ത് ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം നടക്കുന്ന സമയത്ത് പ്രധാന 2 കഥാപാത്രങ്ങളായിട്ട് നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ ഉണ്ടായിരുന്നത് ഒന്ന് സുനിത കെജ്രിവാളും ഒന്ന് കൽപ്പന സോറനുമായിരുന്നു. കാര്യം അവരുടെ ഭർത്താക്കന്മാർ 2 പേരും ജയിലിൽ കിടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്തിന് വേണ്ടിയാണ്. ഈ BJPക്കെതിരെ സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ BJPയുടെ ഒപ്പം ചേർന്നില്ലെങ്കിൽ ഒന്നുകിൽ അവരെ പുറത്താക്കും, അല്ലെ ജയിലിലിടും എന്നുള്ളൊരു അവസ്ഥയിലാണ്
അവസ്ഥയാണ്. അവരുടെ ഒപ്പം ചേർന്നാൽ അധികാരം പങ്കിടാം എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ ഒരു കാരണവശാലും വർഗീയപരമായിട്ടുള്ള ചിന്തിക്കുന്നവരുമായിട്ട് ഒരു കാരണവശാലും തങ്ങൾ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജയിലിൽ കിടന്നതും കൽപ്പന സോറൻ ഇവിടെ ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നതും. അപ്പോൾ പലപ്പോഴും നമ്മൾ മാധ്യമപ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ പറയാറുണ്ട്, ഈ പലപ്പോഴും ഈ ജാർഖണ്ഡിന്റെ പല ഭാഗങ്ങളിൽ നിൽക്കുമ്പോൾ ഈ കൽപ്പന സോറിനെ കാണാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ആളുകൾ അവിടെ ആ മീറ്റിംഗിൽ തടിച്ചുകൂടിയിരുന്നത്. പണ്ട് നേരത്തെ നമ്മൾ VS-നെ കാണാൻ വേണ്ടി ആൾക്കാർ എത്തും എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു കൽപ്പന സോറിനെ കാണാൻ. കൽപ്പന സോറിന്റെ ഒരു പ്രസംഗം തന്നെ ഒരു ചോദ്യോത്തര മോഡലിലാണ്. കാര്യം നമ്മുടെ ചിഹ്നം എന്താണ്? അത് അമ്പും വില്ലുമാണ് അവിടുത്തെ ചിഹ്നം. ഈ അമ്പും വില്ലും ചിഹ്നം അവർ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു അമ്പും വില്ലും പിടിച്ചുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടാകും. ആ തരത്തിലുള്ള എല്ലാ തരത്തിലും അവർക്ക് ഒരു സാക്ഷരതരായി അത് എങ്ങനെയാണ് ഒരു വോട്ട് ചെയ്യേണ്ടത്, ഏത് ചിഹ്നത്തിലാണെന്നുള്ള കാര്യം ചോദ്യോത്തര മോഡൽ അവർ പറഞ്ഞാണ്. അങ്ങനെയാണ് അവരുടെ ഒരു പ്രസംഗം നമ്മൾ സാധാരണ പന്നിൻ രവീന്ദ്രനൊക്കെ പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന പോലെ വളരെ ആകർഷണത്തോടുകൂടി ആൾക്കാരെ പിടിച്ചിരുത്തുന്നതോടെ വളരെ മനോഹരമായ ഒരു പ്രസംഗമാണ് അവർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൽപ്പന സോറന് വലിയ തരത്തിലുള്ള ഈ ഒരു പങ്കുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പെൻഷൻ പദ്ധതി, അങ്ങനെ പല പദ്ധതികളിലും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ഒരു സർക്കാരാണ് ഇതെന്നുള്ളൊരു കാര്യം ജനങ്ങളെ ബോധിപ്പിക്കാൻ ഹേമന്ത് സോറിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കാര്യം ഈ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രി മാത്രമാണ് കാലം തികച്ചിരുന്നത്, 5 വർഷം പൂർത്തിയാക്കിയിരുന്നത്. ഇപ്പോൾ ഹേമന്ത് സോറിന് ഇപ്പോൾ ഒരു അടുത്ത ടേം കൂടി ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും എല്ലാറ്റിനുമൊപ്പം ഈ വർഗീയ കാർഡും പരമാവധി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കാർഡുകൾ ഏറ്റവും ഒടുവിൽ BJP ഇറക്കിയ വീഡിയോ അടക്കം ലാൻഡ് ജിഹാദ് എന്ന രീതിയിൽ ഇറക്കിയ വീഡിയോ അടക്കം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയ കാർഡുകൾ പരമാവധി അവിടെ ഇറക്കി കളിച്ചതാണ്. BJP സോഷ്യൽ എഞ്ചിനീയറിംഗ് അടക്കം നടത്തിയതാണ്. പക്ഷേ ജാർഖണ്ഡിലെ ജനങ്ങൾ അതൊന്നും അംഗീകരിക്കാതെ BJPയെ തുടർച്ചയായ 2ാം തവണയും തിരസ്കരിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും JMM-നും വലിയൊരു ആശ്വാസം ഈ ജയം പകരുകയും ചെയ്യുകയാണ്. അതാണ് ജാർഖണ്ഡിന്റെ ചിത്രം. എന്തായാലും മഹാരാഷ്ട്ര വലിയൊരു തിരിച്ചടി കോൺഗ്രസിന് നൽകിയപ്പോൾ നേരിയ തെല്ലൊരാശ്വാസം ജാർഖണ്ഡ് നൽകുന്നു എന്ന ചിത്രം കൂടിയാണ് ഇന്നത്തെ ദിവസം ബാക്കിയാക്കുന്നത്.